കാതോർത്ത് ശ്രദ്ധയോടെ ഇരിക്കാം. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം 55-ാം സങ്കീർത്തനം, അതിനകത്ത് നമുക്ക് വളരെ പ്രത്യാശ അകത്ത് നൽകി തന്ന ഒരു വാക്യമാണ് അതിൻ്റെ 22-ാം വാക്യം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. മതി, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. സ്തോത്രം. ദൈവത്തിൻ്റെ കരുതൽ ആർക്കുണ്ട്? നമുക്കുണ്ട്. നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊന്ന് കൊടുത്തിട്ട് പറഞ്ഞ്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുമെന്നൊന്ന് പറഞ്ഞ്, പരസ്പരം ഒന്ന് പറ. കൈയൊക്കെ കൊടുത്ത്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. ഒന്ന് പ്രത്യാശയോടെ പറ, വിശ്വാസത്തോടെ പറ, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവട്ടെ. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. ആമേൻ. യഹോവയായ ദൈവം സകലതും സൃഷ്ടിച്ചു, അല്ലേ? നമ്മുടെ കർത്താവ് സൃഷ്ടിതാവാ. സൃഷ്ടികളുടെ ഓരോ മേഖലയിലും നമ്മുടെ കർത്താവിന് കൃത്യമായ ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓരോ സൃഷ്ടികളെയും നമ്മൾ ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് വീക്ഷിച്ച് നോക്കിയാൽ ഓരോന്നിനും ഓരോ സൃഷ്ടികൾക്കും എന്താണ്? ഓരോ ഷേപ്പാണ്, ഓരോ രൂപങ്ങളാണ്. പക്ഷേ എന്നാൽ മനുഷ്യനെ കർത്താവ് സൃഷ്ടിച്ച, യഹോവയായ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ നമ്മൾ എടുത്തു നോക്കിയാൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കേണ്ട, സമയമില്ലാത്തതുകൊണ്ട് വേഗം പോവുക. 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയണേ: ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അതിന് ഇംഗ്ലീഷ് പരിഭാഷയിൽ കിടക്കുന്ന സോ ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് എന്ന് പറഞ്ഞാൽ, തൻ്റെ സ്വന്തം രൂപത്തിൽ മനുഷ്യനെ എന്തുണ്ടാക്കി? സൃഷ്ടിച്ചു. കർത്താവിൻ്റെ സ്വന്തം രൂപത്തിൽ. അപ്പം നമുക്ക് എന്തൊക്കെയോ സ്പെഷ്യാലിറ്റി ഉണ്ടല്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. എല്ലാ സൃഷ്ടികളെക്കാളും ഒരു പടിയും കൂടെ ഒരു സ്പെഷ്യാലിറ്റി നമുക്കുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ആമേൻ, സ്തോത്രം, ഈ മനുഷ്യർ കർത്താവിന് സ്പെഷ്യൽ ആയതുകൊണ്ടാണ്, പ്രത്യേകത ഉള്ളവരായതുകൊണ്ടാണ് മൃഗങ്ങൾക്കും അതുപോലെ ഇഴജാതികൾക്കോ യാതൊന്നിനും കൊടുക്കാത്ത ഒരു പാർപ്പിടം യഹോവയായ ദൈവം മനുഷ്യനെ ഒരുക്കിയത്. സ്തോത്രം. ആദ്യമേ മനുഷ്യർ ദൈവത്തിന് സ്പെഷ്യൽ ആയിരുന്നത് കൊണ്ടാണ് അവരുടെ പാർപ്പിടം തന്നെ ഏദൻ തോട്ടത്തിൽ. ശ്രദ്ധിച്ചോണം, ഞാനിങ്ങനെ പറഞ്ഞു പോയാലേ ആ മെസ്സേജിലേക്ക് കയറാൻ പറ്റും. ഏദൻ തോട്ടത്തിൽ ആക്കി. കാരണം മനുഷ്യൻ സ്പെഷ്യലാ കർത്താവിന്. മനുഷ്യൻ പ്രത്യേകത ഉള്ളവരാ. ഒന്ന് നോക്കിക്കേ, അവർ പാർത്തിരുന്ന ഏദൻ തോട്ടത്തിൻ്റെ പ്രത്യേകത ഒന്ന്, ആ ഏദൻ തോട്ടം വായിക്കേണ്ട ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണുന്നു, ദൈവം തന്നെ നട്ടുപിടിപ്പിച്ചു. മനുഷ്യന് വേണ്ടി പാർക്കുവാൻ ആ ഏദൻ തോട്ടത്തെ ദൈവം തന്നെ ഉണ്ടാക്കി, ദൈവം തന്നെ നട്ടുപിടിപ്പിച്ചു. സ്തോത്രം. ഞാൻ ഈ പറഞ്ഞു വന്നതിന് സാധനം ദൈവത്തിൻ്റെ കരുതലിനെ പറ്റിയാ പറയണേ. ഓക്കെ, മനുഷ്യനെ ദൈവം ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയ മനുഷ്യനെ പ്രത്യേകമായി കണ്ടു, പരിഗണിച്ചു. അതിനുശേഷം അവന് പാർക്കുവാൻ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പാർപ്പിടം ഒരുക്കി. 2, ആ പാർപ്പിടത്തിൽ യഹോവയായ ദൈവം മനുഷ്യന് ചുമതല നൽകി പാർപ്പിച്ചു. അതിന് 15-ാം വാക്യത്തിലുണ്ട്, ചുമതല നൽകി പാർപ്പിച്ചു. 3, യഹോവയായ ദൈവം ഉണ്ടാക്കിയ ഏദൻ തോട്ടത്തിന് പ്രത്യേകത, കാഴ്ചയ്ക്ക് മനോഹരവും സമൃദ്ധിയാൽ നിറയപ്പെട്ട സ്ഥലവുമായി മനുഷ്യനു വേണ്ടി യഹോവയായ ദൈവം ആ തോട്ടത്തെ ഒരുക്കി. സ്തോത്രം. അടുത്തത് 4-ാം പോയിന്റ് എന്ന് പറയുന്നത് ജീവവൃക്ഷം. അതിൻ്റെ നടുവിൽ പലർക്കും ജീവവൃക്ഷത്തെ പറ്റി പല സംശയമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് ജീവവൃക്ഷത്തെ പറ്റി പറയുമ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ട്. ഇവിടെ ആർക്കും സംശയമില്ലാത്തതിനായി കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എങ്കിലും ഞാൻ പറയാം, ജീവവൃക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് അത് നിത്യജീവനെ പ്രതിനിധീകരിക്കുന്നതാണ്. നിത്യജീവനെ പ്രതിനിധീകരിക്കുന്നതാണ്. 5-ാമത്തത്, ഈ ഏദൻ തോട്ടത്തിന് വേറെ ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? മനുഷ്യനും ദൈവവുമായി നിരന്തരമായ കൂട്ടായ്മയുള്ള ഇടമായിരുന്നു ഏദൻ തോട്ടം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവ സാന്നിധ്യം എപ്പോഴും ഉള്ള ഇടമായിരുന്നു ഈ ഏദൻ തോട്ടം. സ്തോത്രം. ആമേൻ. ഈ
പറയപ്പെട്ട പോയിന്റുകളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ് ഒരു ക്ലാസ് എടുക്കുന്നതല്ല. ഇതെല്ലാം പറഞ്ഞതിൻ്റെ സാരം മറ്റൊന്നുമല്ല. ഈ മനുഷ്യൻ എന്താണോ ദൈവം ഉണ്ടാക്കി, മനുഷ്യനെ സൃഷ്ടിച്ചു, യഹോവയായ ദൈവം സൃഷ്ടിച്ചു. ആ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് എന്താണോ വേണ്ടത്, എന്താണോ വേണ്ടാത്തത്, അത് കൃത്യമായി യഹോവ കരുതിയിട്ടാണ് മനുഷ്യനെ അവിടെ ആക്കിയിരിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ പറയാം, നമ്മെ കർത്താവ് എവിടെയെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവിനറിയാം നമുക്ക് എന്തൊക്കെ വേണമെന്ന്, എന്തൊക്കെ വേണ്ടെന്ന്. നിശ്ചയമായി നമ്മുടെ മേൽ കർത്താവ് ഓരോ ക്രമീകരണങ്ങൾ സിസ്റ്റമാറ്റിക് ഓർഡറിൽ ചെയ്തു വെച്ചിട്ടാണ് നമ്മെ ഓരോരുത്തടത്തും ലക്ഷ്യബോധത്തോടെ യഹോവയായ ദൈവം ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ഹൃദയത്തോട് തന്നെത്താനെ ഒന്ന് പറ, ഞാൻ എവിടെയായിരുന്നാലും അവിടെ എൻ്റെ കർത്താവിന് പ്രത്യേക കരുതലുകൾ ഉണ്ടാകും. വിശ്വാസത്തോടെ ഒന്ന് പറ, ഞാൻ ദാരിദ്ര്യ ഭവനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ജനിക്കപ്പെട്ടാലും, സ്തോത്രം, ഏത് കുടുംബത്തിനകത്ത് ജീവിച്ചാലും, ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും, എൻ്റെ ജീവിതത്തിനകത്ത് വേണ്ടുന്ന ക്രമീകരണങ്ങളും വേണ്ടുന്നതായ കരുതലുകളും എൻ്റെ യഹോവയായ ദൈവം കരുതിയിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് കരമുയർത്തിയ കർത്താവിനൊന്ന് പറ, യേശുവേ, ഞാൻ ഇന്ന് പകൽ ഉറച്ചു വിശ്വസിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അബ്രഹാമിനെ നേരിട്ട് വിളിച്ചിറക്കിയത് ആരാ? നിങ്ങൾ എൻ്റെ കൂടെ വരണം. സ്തോത്രം, ശ്രദ്ധിക്കണം, തിരുവചനമല്ലേ പറയണേ, ശ്രദ്ധിച്ചേ. അബ്രഹാമിനെ നേരിട്ട് വിളിച്ചിറക്കിയത് ആരാ? യഹോവയായ ദൈവം അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. അബ്രഹാമിനോട് നാട് വിടാൻ ആര് പറഞ്ഞു? ദേശം വിടാൻ ആര് പറഞ്ഞു? ചാർച്ചക്കാരെ വിടാൻ ആര് പറഞ്ഞു? ഓ സ്തോത്രം, നിങ്ങൾ പ്രതികരിക്കുന്നില്ലല്ലോ. ദൈവം പറഞ്ഞു. പിതൃഭവനത്തെ വിട്ടുകളയാൻ ആര് പറഞ്ഞു? യഹോവയായ ദൈവം പറഞ്ഞു. ഇതെല്ലാം കേട്ട് ചാടി ഇറങ്ങി ആരിറങ്ങി? അബ്രഹാം ഇറങ്ങി അബ്രഹാമിനോട് യഹോവയായ ദൈവം എന്തു പറഞ്ഞു? നീ, സ്തോത്രം, നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. വിളിച്ചിറക്കിയിട്ട് ശപിച്ചാണോ വിടുന്നേ? അല്ല, കർത്താവ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ അനുഗ്രഹിച്ച് ഇറക്കിയേക്കുന്നത്. ഇന്ന് പകൽ ഹല്ലേലൂയ, നിന്റെ അകത്തെ ഭാരമൊക്കെ ഇന്ന് അഴിച്ചു കളഞ്ഞിട്ട് യഹോവയുടെ കരുതലുകളെ സ്വീകരിപ്പാ ഒരുങ്ങിയിരുന്നോ? അബ്രഹാമിനോട് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നും. അങ്ങനെ പറഞ്ഞേ, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നും. അടുത്ത് പറയാ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ സ്തോത്രം, ആമേൻ, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. യഹോവയായ ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചു എന്നാണ് അവിടെ പറയണത്. അപ്പോൾ നോക്കിക്കേ, യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, സകലതും വിട്ടോ, സകലതും വിട്ട് ഇറങ്ങിക്കോ, സകലതും ത്യജിച്ചോ. ആമേ, എൻ്റെ അനുഗ്രഹവും കരുതലും നിന്റെ കൂടെ ഉണ്ടാകും. ഇന്ന് സ്വർഗത്തിൻ്റെ വിളി കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നാളിതുവരെ നിന്നിട്ടുണ്ടെങ്കിൽ ദൈവിക അനുഗ്രഹങ്ങളിലും നാളകളിലും ഇന്നലകളിൽ ദൈവം കൂടെ ഉണ്ടായിരുന്നത് പോലെ, ആമേൻ, ഇന്ന് യഹോവയുടെ അനുഗ്രഹം നിന്റെ മേൽ ഉള്ളത് പോലെ നാളകളിലും നീ നാളെ ഓർത്ത് ഭാരപ്പെടണ്ട, നാളെ ഓർത്ത് നീ ഭീതിയാകണ്ട. ആമേൻ, സ്തോത്രം. യഹോവ നിന്നെ ഒരു അനുഗ്രഹമാക്കിയിട്ടാണ് ദേശത്തു നിന്ന് നിന്നെ പുറപ്പെടുവിച്ചത്, പിതൃഭവനത്തിൽ നിന്ന് നിന്നെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയത്, ചാർച്ചക്കാരുടെ നടുവിൽ നിന്ന് നിന്നെ ഒരു സ്പെഷ്യലാക്കി നിന്നെ ഒറ്റയ്ക്ക് വേർതിരിച്ചത്. യഹോവയായ ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ട് അവൻ നിന്നെ പോറ്റു, അവൻ നിന്നെ പുലർത്തു. നീതിമാൻ ഒരു നാളും കുലുങ്ങി പോകുക സ്വർഗത്തിലെ ദൈവം സമ്മതിക്കുകയില്ല. സ്തോത്രം. യഹോവയായ ദൈവം അബ്രഹാമിനോട് പല കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് കാണാം ഉൽപ്പത്തി പുസ്തകത്തിൽ. അതിൻ്റെ 13-ാം അധ്യായം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് കാണാൻ കഴിയുന്നു? അബ്രഹാമും സഹോദരമായ സ്തോത്രം ലോത്ത് കുടുംബം സകലതും എന്ത് ചെയ്തു? കൂടാരമടിച്ച് മാറി മാറി എന്ത് ചെയ്യുക? ഓരോ സ്ഥലത്തും പാർത്തോണ്ടിരിക്കുക. കൂടാരം മാറി മാറി അടിച്ചു പല ദേശങ്ങളിൽ പോകുമ്പോഴും ഇവരുടെ സമ്പത്ത് വർദ്ധിച്ചത് കൊണ്ട് ചില ഏരിയയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരുമിച്ച് പാർക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ചിന്തിച്ചോണം അവരുടെ കപ്പാസിറ്റി, അവരുടെ സാമ്പത്തിക സ്രോതസ് എന്താണെന്ന് ഓർത്തോണം. ഒരു ദേശത്ത് ഇത്രയും ഒരു കുടുംബത്തിന്, ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ എത്രമാത്രം ഉണ്ടെന്ന് ഓർത്തോണം. അങ്ങനെ വന്നപ്പോൾ ഒരു ഡിസിഷൻ അബ്രഹാം ലോത്തിനോട് എടുക്കുക, വിളിച്ചു വരുത്തിയിട്ട് എന്താ
നമ്മുടെ ദാസന്മാർ തമ്മിൽ എന്തുണ്ടാകാൻ പാടില്ല? ഒരു പിണക്കം ഉണ്ടാകാൻ പാടില്ല. അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതിന് ഒറ്റ ഒരു മാർഗം ഞാൻ കണ്ടിട്ട് ഒന്നേ ഉള്ളൂ. നീ വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട്. ഈ അഭിപ്രായം ആര് സ്വീകരിച്ചു? ലോത്ത് 2 കൈ നീട്ടി സ്വീകരിച്ച്. ആയിക്കോട്ടെ, രണ്ടും 2 വഴിക്ക് പിരിയുക. നോക്കിക്കേ, ആ പശ്ചാത്തലമൊക്കെ നമ്മൾ വളരെ സ്തോത്രം ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ 2 സ്ഥലത്തോട്ടും സ്പ്ലിറ്റായ വ്യക്തികൾ. ലോത്ത് തല ഉയർത്തി നോക്കിയപ്പം ഒരു സ്ഥലം കാണുക, എന്താ, യോർദാൻ അരികെയുള്ള പ്രദേശം കാണുക. തൻ്റെ കണ്ണിൽ എന്താണ്? നല്ല നീരുറവുണ്ട്, നല്ല സമൃദ്ധിയുടെ ദേശമാണ് ലോത്തിൻ്റെ. അവിടുത്തെ ആ വാക്യം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ലോത്ത് തൻ്റെ സ്വന്തം കാഴ്ചയിൽ കണ്ടപ്പോൾ അത് എന്ത് തോന്നിയേച്ചാ? നല്ല സമൃദ്ധിയാണ്, നല്ല ഫെസിലിറ്റീസ് ഉള്ള, നല്ല സൗകര്യമുള്ള, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശം. ആരുടെ കണ്ണില്? ലോത്തിൻ്റെ കണ്ണില്. അതായത് തൻ്റെ കാഴ്ചയിൽ നീരോട്ടമുള്ളതിനാൽ ആ ദേശം എന്ത് ചെയ്തു? താൻ തിരഞ്ഞെടുത്തെന്ന് അവിടെ പറയണം. തൻ്റെ കാഴ്ചയിൽ, ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോണം. തൻ്റെ കാഴ്ചയിൽ നീരോട്ടമുള്ളതിനാൽ ലോത്ത് ആ സ്ഥലം, ആ ദേശം എന്ത് ചെയ്തു? ഈ തെരഞ്ഞെടുത്ത ലോത്തിൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ 19-ാം അധ്യായത്തിൽ കയറുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങൾ നടന്നു, നമുക്കറിയാം. പക്ഷേ 19-ാം അധ്യായത്തിലേക്ക്, 13-ാം അധ്യായത്തിൽ തൻ്റെ കാഴ്ചയിൽ നീരോട്ടമുള്ള ദേശം, സമൃദ്ധിയുള്ള ദേശം തെരഞ്ഞെടുത്തു. പക്ഷെ 19-ാം അധ്യായത്തിൽ വന്നപ്പോഴേക്കും താൻ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്ത ദേശവും കൂടും കുടക്കി എടുത്തിട്ട് എന്താ ഓടേണ്ട വന്നു. നോക്കിക്കേ, ഇതാ പറഞ്ഞേ, വിളി കേട്ടിറങ്ങിയ അബ്രഹാം തൻ്റെ കാഴ്ചയിൽ സമൃദ്ധിയുള്ളതും നീരോട്ടമുള്ളതുമല്ല തിരഞ്ഞെടുത്തേ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വിളി കേട്ടിറങ്ങിയ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച അബ്രഹാം തൻ്റെ കാഴ്ചയിൽ നീരോട്ടമുള്ളത് കണ്ട് തിരഞ്ഞെടുത്തു എന്നല്ല പറയണേ. പക്ഷെ ലോത്ത് അങ്ങനെയാ എടുത്തേ. പക്ഷെ സ്വന്തം മനുഷ്യന്റെ താല്പര്യത്തിനും നിയോഗത്തിനും അനുസരിച്ച് തെരഞ്ഞെടുത്തതിൽ നിന്ന് ലോത്തിന് തിരിഞ്ഞോടേണ്ട വന്നു. പക്ഷെ വിളി കേട്ടിറങ്ങിയ അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസിച്ചിറങ്ങിയപ്പോൾ ഒരു ദേശത്ത് നിന്നും ഓടേണ്ട വന്നില്ല. ദൈവിക കരുതലുകളെ അനുഭവിപ്പാനിടയായി. ഇന്ന് ഞാൻ പറയാം, നിന്റെ നഗ്ന നേത്രങ്ങൾക്ക് മുമ്പിൽ സ്തോത്രം ശൂന്യമായതായിരിക്കാം കാണുന്നത്. പക്ഷെ ദൈവത്തിന്റെ വിളി കേട്ടാ ഇറങ്ങിയതും ദൈവത്തിന്റെ വിളി കേട്ടാ കാൽച്ചുവടുകൾ എടുത്തു വെക്കുന്നതുമെങ്കിൽ എങ്ങും പരാജയപ്പെടത്തില്ല. ലോത്ത് പരാജയപ്പെട്ടു, ലോത്ത് ഭീതിപ്പെട്ടു, ലോത്ത് ഓടേണ്ട വന്നു. എന്നാൽ ഓടിപ്പോകേണ്ട ലോത്തിന് കൂട്ടായി നിന്നത്, സഹായിയായി നിന്നത് അബ്രഹാമാ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? നിന്റെ നഗ്ന നേത്രങ്ങൾക്ക് മുമ്പിൽ നന്മ കാണത്തില്ല, സമൃദ്ധി കാണത്തില്ല, കുറുക്കു വഴികൾ കാണത്തില്ല, കുരുട്ടുബുദ്ധി കാണത്തില്ല, ദൈവവിളി മാത്രമേ കാണത്തുള്ളൂ. ഇന്ന് പകൽ പറയാ, ആ വിളി നിന്റെ മേൽ ഉള്ളിടത്തോളം കാലം നിന്നെ കരുതുവാ, നിന്നെ നടത്തുവാ, നിന്നെ പോറ്റുവാ യഹോവയായ ദൈവം ഇന്ന് പകൽ നിന്റെ കൂടെയുണ്ട്. അതിനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ആ കർത്താവിന്റെ വചനത്തോടൊന്ന് പ്രതികരിച്ചേ. ഹല്ലേലൂയ. നിന്റെ വിളിയെ ഉറപ്പാക്കുവീ. നിന്റെ അനുഗ്രഹം സ്വർഗത്തിന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ കരുതാതിരിക്കാൻ കഴിയത്തില്ല, അവനെ കരുതാതിരിക്കാൻ കഴിയത്തില്ല. സ്വത്രം അബ്രഹാമിനെ വിളിച്ചിറക്കിയിട്ട് ദൈവത്തിന് കരുതാതിരിക്കാൻ പറ്റുമോ? കരുതാതിരിക്കാൻ പറ്റുമോ? നമുക്ക് വേണ്ടി അങ്ങനെ തന്നെയാ. നമ്മുടെ കർത്താവിന് നമുക്ക് വേണ്ടി കരുതാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഈ അബ്രഹാമിന്റെ അനേക അനുഭവങ്ങൾ തിരുവചനത്തിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. സ്തോത്രം, സ്തോത്രം. 22-ാം അധ്യായത്തിൽ നമുക്ക് വ്യക്തമാ. എന്താ? സ്വന്തം മോനെ യാഗത്തിന്. നമ്മൾ എന്തേറെ പ്രസംഗം കേട്ടതല്ലേ? ഞാൻ തന്നെ ഇവിടെ പ്രസംഗിച്ച് മടുത്തിട്ടുള്ളൂ. അബ്രഹാമിൻ്റെ യാഗത്തിനായുള്ള യാത്ര. സ്തോത്രം. ഈ 22-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ ആ ആ
അപ്പം ഈ ഇസഹാക്ക് ചോദിച്ച ചോദ്യമേ കൃത്യമാണ്. വേണ്ട സാധനമാണ് ചോദിച്ചത്. എന്നതാ യാഗമൃഗം എവിടെ നിന്നല്ല ചോദിച്ചേ. വേണ്ട സാധനം പയ്യന് വ്യക്തമാ. ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? സ്തോത്രം. മറുപടി നമുക്കറിയാം. എന്താണോ വേണ്ടത് യഹോവ കരുതിക്കൊള്ളും, നോക്കിക്കൊള്ളും. സ്തോത്രം. ഈ യാഗങ്ങളെ പറ്റി ഒത്തിരി പഠിക്കാനുണ്ട്. യാഗങ്ങളെപ്പറ്റി ഒരുപാട് യാഗങ്ങളുണ്ട്. പാപയാഗം, ഹോമയാഗം, അകൃത്യയാഗം, പല യാഗങ്ങളുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? സ്തോത്രം. അതിൽ ചില യാഗങ്ങൾ അർപ്പിക്കാൻ അവിടെ 3 തലങ്ങളെ നമുക്ക് പഠിക്കാൻ പറ്റും. ഹോമയാഗങ്ങളെ 3 തലങ്ങളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ യഹോവയുടെ സന്നിധിയിൽ യാഗങ്ങൾ അർപ്പിക്കുന്നതിന് കർത്താവ് റൂള് വച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കഴിവുള്ളവന് എന്തിനെ കൊടുക്കാം? ആട്ടിൻകുട്ടിയെ യാഗം കൊടുക്കണം. അത് കർത്താവ് യഹോവയായ ദൈവം പറഞ്ഞ റൂളാണ്. എന്ന് പറഞ്ഞാൽ കഴിവുള്ളെന്ന് പറഞ്ഞാൽ സാമ്പത്തികം ഉള്ളവൻ എന്ത് ചെയ്യണം? ആട്ടിൻകുട്ടി അഥവാ ആട്. അതിലും കഴിവ് കുറഞ്ഞ ആള് അല്ലെങ്കിൽ കുടുംബം എങ്ങനെയുള്ളതായിരിക്കണം? പ്രാവ്. കഴിയാത്തവര് പ്രാവ്. ഇത് ലേവ്യ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ആമേൻ. പ്രാവ്, അതാണ് അവിടുത്തെ റൂള്. നോക്കിക്കേ, ഏറ്റവും താഴ്ത്തക്കിടയിൽ സാമ്പത്തിക സ്രോതസ്സും അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള കുടുംബം എന്ത് കൊടുക്കണം? കാളയല്ല. സ്തോത്രം. നേരിയ മാവ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഈസി ആയിട്ട് പറഞ്ഞാൽ APL BPL അല്ലേ? സ്വതന്ത്രം. അത് അന്നേ നമ്മുടെ കർത്താവ് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. സ്വതന്ത്രം. അതിൻ്റെ താഴത്തെ കാർഡ് എനിക്കറിയത്തില്ല. ആമേൻ. അപ്പം നോക്കിക്കേ, യാഗമർപ്പിക്കുക അവനവൻ്റെ സാമ്പത്തിക ശേഷി അനുസരിച്ചാണ്. ഈ കർത്താവിന് ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാനോ ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാനോ ഒരു സ്വഭാവമില്ലെന്ന് അവിടെ തന്നെ നമുക്ക് തെളിഞ്ഞല്ലേ. കപ്പാസിറ്റി എന്താണോ അത് മതി. സ്തോത്രം. ഇതുപോലൊരു കർത്താവ്. ആമേൻ. സ്തോത്രം. ഞാൻ അവിടെ നിന്ന് സ്കിപ്പാവുക. നോക്കിക്കേ, ഈ അബ്രഹാം ഇസഹാക്കിനെ കൊല്ലാൻ കൈനീട്ടി. ആമേൻ. കൈനീട്ടി തൻ്റെ മകനെ അറക്കേണ്ടതിന് എന്ത് ചെയ്തു? കത്തി എടുത്തെന്ന് അവിടെ പറഞ്ഞു. കത്തി എടുത്തതും പിന്നാലെ നിങ്ങൾ എൻ്റെ കൂടെ വാ. പിന്നാലെ എന്ത് കേട്ടു? ആമേൻ. സ്തോത്രം. ആരുടെ ശബ്ദം കേട്ടു? ദൂതന്റെ ശബ്ദം കേട്ടു. ദൂതന്റെ ശബ്ദം കേട്ട് അവിടെ പറയുക. ഈ ശബ്ദം കേട്ടതേ അബ്രഹാം എന്ത് ചെയ്തു? തലപൊക്കി നോക്കിയപ്പോൾ എന്താ കാണുന്നേ? പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കാട്ടിൽ, കൊമ്പ് കാട്ടിൽ പിടിപെട്ട് നോക്കി വെച്ചാ കിടക്കുന്ന ആടേതാ? ആട്ടുകൊറ്റൻ. എന്തുകൊണ്ട് അവിടെ ഒരു കുറുമ്പ്രാവ് കുടുങ്ങിക്കിടന്നില്ല? എന്തുകൊണ്ട് കുറച്ച് നേരിയ മാവ് അവിടെ ഉണ്ടായില്ല? ഈ കപ്പാസിറ്റി ഉള്ളവനാണ് ഏതിനെ അറക്കേണ്ടത്? ആടിനെ അറക്കേണ്ടത്. അബ്രഹാമിൻ്റെ കപ്പാസിറ്റി നമ്മൾ മുമ്പ് കേട്ടു. ഒരു ദേശത്ത് പാർക്കാൻ കഴിയാത്ത കപ്പാസിറ്റി. നിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് യഹോവ മോറിയ മലയുടെ മുകളിൽ കരുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയാം, നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച്, നമ്മുടെ സ്തോത്രം അതിൻ്റെ അനുഭവത്തിനനുസരിച്ച്, അവസ്ഥയ്ക്കനുസരിച്ച് സ്വർഗത്തിലെ ദൈവം നമ്മുടെ പരിമിതിക്കനുസരിച്ച് കരുതുകളെ ഒരുക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ എത്ര പേര് ആമേൻ പറഞ്ഞു? ഈ ദൂതിന് കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയും. നീ ഭയപ്പെടണ്ട. നിന്റെ ഭവനത്തിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, നിന്റെ പോക്കറ്റിലെ സ്രോതസ്സിനനുസരിച്ച്, നിന്റെ ശമ്പളത്തിന്റെ പരിമിതിക്കനുസരിച്ച്, നിന്റെ അധ്വാനത്തിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, അതിനനുസരിച്ച് നിനക്ക് വേണ്ടി ഉയരത്തിൽ ഒരുക്കുന്ന, ഉയരത്തിൽ കരുതുന്ന ഒരു അരുമനാഥൻ നിന്റെ കൂടെ ഉണ്ട്. ഇന്ന് പകൽ ഉറപ്പ് പ്രാപിച്ചിട്ട് വേണം സഭ വിട്ടു പോകുക. യഹോവയായ ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. പറ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. പറയച്ച വിശ്വാസത്തോടെ, എന്റെ യഹോവ എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ ഭവനത്തിന് വേണ്ടി, എന്റെ ഭാവിക്ക് വേണ്ടി സ്വർഗം കരുതിയിട്ടുണ്ട്. സ്വത്രം. എത്ര ശ്രേഷ്ഠമായ ഒരു മിറക്കിൾ അവിടെ അല്ലേ. പ്രസംഗിച്ചു പോകാൻ എളുപ്പമാച്ചാ.
പറഞ്ഞു പോകാൻ എളുപ്പാ, പക്ഷേ യഹോവ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അല്ലേ? സ്തോത്രം, സ്തോത്രം. ചിലർക്ക് വേണ്ടി അറിഞ്ഞുകൊണ്ട് കർത്താവ് ചിലത് ചെയ്യാൻ പോവാ. അറിഞ്ഞുകൊണ്ട് നിന്നെ നന്നായി അറിഞ്ഞുകൊണ്ട്, നിന്റെ ഹൃദയത്തെ നന്നായി അറിഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി കരുതുമെന്ന് പറഞ്ഞാൽ, ദൈവമക്കളെ, എൻ്റെ വാക്കിനെ വിശ്വസിക്കേണ്ട, തിരുവചനത്തെ വിശ്വസിച്ചോ. പ്രാസംഗികന്റെ ഭാഷയെ നീ വിശ്വസിക്കേണ്ട, പക്ഷെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട തിരുവചനത്തെ നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ദൈവം നിനക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ജീസസ്. ഏലിയാവിന് ഒളിച്ചു പാർക്കാൻ ആര് പറഞ്ഞു? ഇതെല്ലാം ആര് പറഞ്ഞിട്ടാ ഇവര് ചെയ്യുന്നേ? അതാ വലിയ രസം. തന്നിഷ്ടപ്രകാരം അല്ല, എല്ലാം ദൈവം പറഞ്ഞിട്ട് ചെയ്യുന്ന. ഏലിയാവിനോട് ആര് പറഞ്ഞു? യഹോവ ദൈവം പറഞ്ഞു. എന്ത് ചെയ്തു? ഒളിച്ചോളാൻ പറഞ്ഞു. ഒളിച്ച ഏലിയാവിന് കാക്കയ്ക്കൊണ്ട് ആഹാരം കൊടുത്തു. അപ്പം ഞാൻ ഈ ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പം, ഇതെപ്പോഴാണ് നടക്കണേ? ക്ഷാമകാലത്ത് അല്ലേ? ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കുമായിരുന്നു, നമ്മുടെ കേരളത്തിൽ ഈ വേനലാകുമ്പം കാട്ടിലെ മൃഗമൊക്കെ എവിടെ വരുവച്ചാ? നാട്ടിൽ വരും അല്ലേ? പുലിയെന്നില്ല, കടുവയെന്നില്ല, ആനക്കൂട്ടമൊന്നുമില്ല, സകല സാധനം എവിടെ വരുവച്ചാ? സ്തോത്രം. ചിലർ ഈ പക്ഷികൾക്കൊക്കെ വേനക്ക് വെള്ളം വെക്കുന്നവരുണ്ട്. ഇത് കുടിക്കാൻ ആര് വരുന്നവരുണ്ട്? പാമ്പ് വരുന്നുണ്ട്. അയ്യോ, നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്തോത്രം. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ കാക്കയെ കൊണ്ടുവച്ചാൽ കാട്ടിക്കൊണ്ടേ അപ്പം ഇറച്ചും കൊടുക്കുന്നത്. ഓ എൻ്റെ ദൈവമേ, ആ കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതി വരുത്തില്ലെന്നേ. ഇവിടെ ക്ഷാമകാലത്ത് അച്ഛാ പട്ടിണി കിടക്കുന്ന സാഹചര്യത്തിലാണ് ഈ കാക്കയുടെ കയ്യിൽ എന്ത് കൊടുത്തു വിടുന്നേ? കർത്താവിൻ്റെ കരുതൽ. ഇന്നും നിങ്ങൾ വെറുതെ ഈ മെസ്സേജ് കേട്ട് പോകരുത്. വെറുതെ കേട്ടുപോയാൽ ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ വിശ്വസിച്ചാൽ ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഇതും ഞാൻ ചുമ്മാ പറയുന്നതല്ല, എൻ്റെ അനുഭവം കൂടെ ഞാൻ ഇന്നലെ ഉണ്ടായത് ഞാൻ വേണം പറയാം. സ്തോത്രം. ഇനി ഏലിയാവിൻ്റെ കഥ കേട്ട്, അബ്രഹാമിൻ്റെ കഥ കേട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇനി എൻ്റെ കഥ പറയാം. സ്തോത്രം, ഹല്ലേലൂയ. ഞാനിവിടെ വാടകയ്ക്ക് വരാൻ സെക്യൂരിറ്റി പൈസ 6,000 രൂപ സെക്യൂരിറ്റി കൊടുക്കണം വെച്ചാൽ 1 രൂപ എൻ്റെ കയ്യിലില്ല. 1 രൂപ എൻ്റെ കയ്യിലില്ല. 1 രൂപ പോലും ഇല്ലാതിരുന്ന സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ വീട്ടിൽ ഇന്നലെ പ്രാർത്ഥന വെച്ചിട്ട് പോലും എനിക്ക് പോകാൻ പറ്റാൻ. ഞാനെൻ്റെ ഇല്ലക്കം പറഞ്ഞാൽ അല്ല കേട്ടോ, എൻ്റെ അനുഭവം പറഞ്ഞാൽ. എൻ്റെ കയ്യിൽ ഒന്നുമില്ല അച്ഛാ. ഇതില്ലാഞ്ഞിട്ട് ഇല്ലാതിരിക്കുമ്പോഴും ഞാൻ ഒരുക്കുന്ന മെസ്സേജ് ഏതാണെന്നറിയാമോ? സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് തരാൻ മെസ്സേജ് ഞാൻ എന്ത് ചെയ്യുക? ഈ മെസ്സേജ് ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ പകുതിയായപ്പം എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മോൾ എന്നെ വിളിച്ചിട്ട് പറയും, അച്ചാച്ച ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ ഒന്ന് ഇടാൻ. സ്തോത്രം, സ്തോത്രം. ഞാൻ ഒത്തിരി അവിടെ ഇരുന്ന് കരച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അന്നേരം ഞാനൊരു പാട്ട് പാടി. നിനക്കായി കരുതും അവൻ, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരാ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കായി കരുതും നല്ലയോഹരി, വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പീഡിച്ചെന്നെ. വിശ്വാസത്തോടെ പാടിക്കും. വഴി ഒരുക്കും അവനാഴികളിൽ, വലങ്കൈ പീഡിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതു അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതു
വല്ലഭൻ പുതുവഴി തുറന്നിടുമേ, നിനക്കാ കരുതും അവൻ നല്ല. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. കാക്കയെ കൊണ്ട് കൊടുക്കാതിരിക്കാൻ യഹോവയായ ദൈവത്തിന് കഴിയത്തില്ല. അത് സമൃദ്ധി ഉണ്ടെങ്കിലും ദരിദ്രകാലമായാൽ ദൈവത്തിൻ്റെ കരുതൽ ഉലകത്തിൽ ഒരു മനുഷ്യനും മണ്ണിട്ട് മൂടാൻ സ്വർഗം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി കരുതുന്ന കരുതലുകളെ ആമേൻ, സ്തോത്രം, വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒരാദർശ ശക്തിക്ക് മണ്ണിട്ട് മൂടാൻ ഒക്കത്തില്ല. ആമേൻ, ദൈവത്തിൻ്റെ കരുതൽ നിനക്ക് വേണ്ടിയിട്ട് സ്വർഗം നിർണയിച്ചതാണെങ്കിൽ ഉലകത്തിൻ്റെ ഒരു പൈശാചിക ശക്തിക്കോ ഒരു മാനുഷിക ശക്തിക്കോ ഒരു ഹാലലിയ പദവികളുടെയും അധികാരത്തിൻ്റെയും പരമോന്നതയുടെ ഉന്നതിയിൽ നിന്നുകൊണ്ട് ആരെല്ലാം മൂടാൻ നോക്കിയാലോ, ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യഹോവയായ ദൈവം അതിനെ മൂടാൻ സ്വർഗം അനുവദിക്കത്തില്ല. അതിനെ ആമേൻ പറഞ്ഞ് ആത്മാവിൽ ആരാധിച്ച് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ നീ തയ്യാറായോ? നിനക്ക് വേണ്ടി യഹോവ കരുതോ. യെസ്, യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 ആമേൻ. യഹൂദയുടെ നാശം മൊർദെഖായി ആസൂത്രണം ചെയ്യുക. കൂട്ടരെ വിളിച്ച് രഹസ്യത്തിലിരുന്ന് അജണ്ട ചെയ്യുക, പ്ലാൻ ചെയ്യുക. ആരുടെ നാശം? ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നാശം. നോക്കിക്കേ, കഴുമരം മൊർദെഖായി ഒരുക്കി. ക്ഷമിക്കണം, ഹാമാൻ ഒരുക്കി. സ്തോത്രം. ഹാമാൻ എന്തൊരുക്കി? ഒരുക്കി. ഈ കഴുമരം ഒരുക്കുമ്പോഴും യഹോവയായ ദൈവം മറുവശത്ത് വേറെ കാര്യങ്ങൾ ഒരുക്കുക. ആരെയാണെന്നറിയോ? സ്വന്തം കൊട്ടാരത്തിനകത്ത് രാജ്ഞിയായി അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു എസ്തേറിനെ സ്വർഗ്ഗം ഒരുക്കി. യഹോവയുടെ കരുതൽ ദൈവജനത്തിൻ്റെ മേൽ എപ്പോഴും ഉണ്ടാകും. ആമേൻ. ദൈവത്തിൻ്റെ കരുതൽ എപ്പോഴും ദൈവജനത്തിന് വേണ്ടി, ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തെ ആരാധിക്കുന്നവർക്ക് വേണ്ടി. അവിടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. അവരെല്ലാം രട്ടിലുടുത്ത് ആമേൻ, സ്തോത്രം, വെണ്ണീറിലിരുന്ന് ചാരത്തിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കരയുന്നവന് വേണ്ടി കരുതിയില്ലെങ്കിൽ യഹോവ ആർക്ക് വേണ്ടിയാ കരുതുന്നേ? ഉപവസിക്കുന്നവന് വേണ്ടി യഹോവ കരുതിയില്ലേ പിന്നെ വഴിയെ പോകുന്നവന് വേണ്ടിയാണ് കരുതേണ്ടത്. അല്ല, അല്ല, അല്ല. നീ വിശ്വസിക്ക, നീ കരഞ്ഞ, നീ ഉപവസിച്ച, നീ പ്രാർത്ഥിച്ച, നീ നിലവിളിച്ച, നിന്റെ തൊണ്ട പൊട്ടിയ, നിന്റെ കണ്ണുനീര് ധാരധാരയായി കവിൾത്തടങ്ങളിലൂടെ ഒഴുകിയ നിന്റെ അയൽവക്കക്കാർക്ക് വേണ്ടിയിട്ടല്ല യഹോവ കരുതുന്നത്, നിനക്ക് വേണ്ടിയിട്ടാ കരുതുന്നത്. യെസ്, യെസ്. യേശുവിന്റെ നാമത്തിൽ ഈ ദൈവജനത്തിന് വേണ്ടി ചില കരുതലുകൾ ഈ നാളുകളിൽ വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ഹോളി സ്പിരിറ്റ്. ആത്മാവിൽ ഞാൻ കൽപ്പിക്കുന്നു, ഈ സഭയ്ക്ക് വേണ്ടി, ഈ സഭയ്ക്കകത്ത് കൂടി വരുന്ന ദൈവജനത്തിന് വേണ്ടി, ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി, ഓരോ വ്യക്തികൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി യഹോവയുടെ കരുതലുകൾ ഈ നാളുകളിൽ വെളിപ്പെടട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പെറുപെറുത്ത വലിയൊരു വിഷയ ഇറച്ചി. സ്തോത്രം. ഇറച്ചി കിട്ടാതായപ്പം ഫറവോൻ്റെ അടിമത്തത്തെ പറ്റി ഓർമ്മകളൊക്കെ അയവിറക്കി അവരെന്ത് ചെയ്യുക? യഹോവയായ ദൈവത്തോട് കുറ്റം പറയുക, പള്ളു പറയുക. നോക്കിക്കേ, ഇത് കേട്ടോണ്ടിരുന്ന യഹോവ എന്നെ ചെയ്തു? കാടപ്പക്ഷികളെ മരുഭൂമിയിലേക്ക്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ, കാടപ്പക്ഷിക്ക് മരുഭൂമി വരാൻ പറ്റുമോ? എൻ്റെ ചിന്ത ഒത്തിരി പോയി. അതിനുള്ള കപ്പാസിറ്റി കാണുമോ? കാരണം മരുഭൂമി നല്ല ചൂടാണ്. അപ്പോൾ ഞാനിങ്ങനെ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പം വരാൻ പറ്റും, വരാനൊക്കെ. കാരണം ഇത് ദേശാടന പക്ഷിയെ പോലെ ഇത് ദീർഘദൂരം സഞ്ചരിക്കുന്ന പക്ഷിയായിട്ടാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സ്തോത്രം, എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായ എന്താ അവർ ഒന്നെങ്കിൽ താന്ന് പറക്കും, അല്ലെങ്കിൽ താൽക്കാലികമായി കുറച്ച് നേരം അവിടെ ഒന്ന് നിലത്ത്, സ്തോത്രം, അത്രയേ ഉള്ളൂ, നിലത്തിറങ്ങും. സ്തോത്രം. അപ്പം ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ പല ചിന്തകൾ ഇങ്ങനെ പോയപ്പം
നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് പപ്പ ഇച്ചിരി ചിക്കൻ വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലേ, അത്യാവശ്യം തൂക്കമൊക്കെ ഉള്ള അല്ലേ ചിക്കൻ മേടിച്ചുകൊണ്ട് വരും. ഇവിടെ ഞാൻ നോക്കിയപ്പം ഒരു വീട്ടിലെ ഒരു കുഞ്ഞോ 2 കുഞ്ഞോ 3 കുഞ്ഞോ 4 കുഞ്ഞോ 5 കുഞ്ഞോ അല്ല അവിടെ ഇറച്ചി ചോദിച്ചേ. ലക്ഷോപലക്ഷക്കണക്കിന് വരുന്ന ഒരു ജനസമൂഹം എന്ത് ചോദിച്ചേ? ഇറച്ചി ചോദിച്ചേ. കർത്താവിൻ്റെ കരുതല് നോക്കിക്കേ. സ്തോത്രം. ഈ മരുഭൂമിക്കകത്ത് കാടപ്പക്ഷി ഉണ്ടായതല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്. മരുഭൂമിക്കകത്ത് കാടപ്പക്ഷി വന്നതോ ഞാൻ മുമ്പ് ഞാനൊന്ന് പഠിച്ചതോ അല്ലെങ്കിൽ എന്നെ ചിന്തിച്ചതോ ഇതല്ല അവിടുത്തെ വിഷയം. ഇതല്ല അവിടുത്തെ അത്ഭുതം. വച്ചാ അവിടെ അത്ഭുതം എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷക്കണക്കിന് വരുന്ന ജനസമൂഹം ആ കൂട്ടത്തിലുണ്ടോ, ആ കൂട്ടത്തിന് വേണ്ടുന്നതായ ഇറച്ചി മുഴുവൻ ഇസ്രായേലിൻ്റെ പാളയത്തിൽ വന്നെന്നാ പറയണേ. സ്തോത്രം, ഹല്ലേലൂയ. ഇത് എവിടെയെങ്കിലും പോയി അവർ തപ്പിപ്പെറുക്കിയതല്ല. അവരെവിടെ പാളയം അടിച്ചോ ആ പാളയത്തിൽ ലക്ഷോപലക്ഷക്കണക്കിന് വരുന്ന ജനത്തിന് കഴിക്കാൻ യഹോവയായ ദൈവം കാടപ്പക്ഷിയെ കൊണ്ടുവന്നു. അവിടെ കൊണ്ടും തീർന്നില്ല. എനിക്കൊരു ക്യൂരിയോസിറ്റി. ആമേൻ, എനിക്കൊരു ക്യൂരിയോസിറ്റി. നോക്കിക്കേ, ഈ പാളയത്തിനകത്ത് ചുറ്റും എന്ത് ചെയ്തു? ഈ കാടപ്പക്ഷി ലഭ്യമായെന്നാണ് അവിടെ പറയണേ. ഈ സംഖ്യാപുസ്തകത്തിൽ വായിക്കണ്ട, 11-ാം അധ്യായത്തിൽ വ്യക്തമാണ്. എന്താണെന്ന് അവിടെ പറയണേ, ശ്രദ്ധിച്ചേ. യഹോവയുടെ അടുക്കൽ നിന്ന് ഒരു കാറ്റ് വീശി. അതിന് 31-32 വാക്യത്തിലുണ്ട്. സംഖ്യാപുസ്തകം 11, അതിന് 31-32 വാക്യം. ശ്രദ്ധിച്ചേ, വായിച്ചോ. നോക്കിക്കേ, യഹോവയുടെ അടുക്കൽ നിന്ന് കാറ്റ് ഊതി. ആ ആ ആ സ്തോത്രം എന്ന് പറഞ്ഞാൽ അവർക്ക് കൈയെത്തി പിടിക്കാവുന്ന പരുവത്തിൽ അവർ നടന്ന, സഞ്ചരിച്ച, കിടന്ന, ഇരുന്ന ഇടത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കാടപ്പക്ഷി. നിങ്ങൾക്ക് ഈ കർത്താവിൻ്റെ അത്ഭുതം ഒന്നും കേട്ടിട്ട് ഒരു സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ, നോക്കിക്കേ, ഇതെവിടെ നിന്നാണ് ഈ കാടപ്പക്ഷിയെ കൊണ്ടുവന്നേ? അതാ എന്നെ ഇച്ചിരി കൂടെ അത്ഭുതപ്പെടുത്തിയത്. യഹോവയുടെ പക്കൽ നിന്നൊരു കാറ്റ് ഊതി കടലിൻ്റെ മുകളിൽ കിടന്ന കാടയെ മരുഭൂമിയിലെത്തിച്ചു. സ്തോത്രം സ്തോത്രം. എത്ര പേർക്ക് ആത്മീക അനുഭവത്തിൽ ദൈവത്തിൻ്റെ കരുതലുകൾ അനുഭവിപ്പാൻ ഇന്ന് പകൽ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു കാര്യം വിളിച്ചു പറയാ. ആമേൻ. കടലിൻ്റെ മുകളിൽ കൂടെ പറക്കുന്നതിനെ മരുഭൂമിയിൽ കൊണ്ടുവരാൻ സർവശക്തിന് കഴിയുമെങ്കിൽ നിന്റെ ദശ തെറ്റി സഞ്ചരിക്കുന്ന, നിനക്ക് അർഹമായത്, നിനക്ക് വേണ്ടുന്ന അവകാശത്തെ, നിനക്ക് വേണ്ടുന്ന അധികാരത്തെ ദിശ തെറ്റി സഞ്ചരിച്ചാൽ കാറ്റൂതി നിന്റെ മടിത്തട്ടിൽ കൊണ്ടുവരുന്ന ഒരു യഹോവ നിനക്കുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയോ? വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ച് ഈ ദൂതനെ നീ അന്ധമായി വിശ്വസിച്ച് ഏറ്റെടുക്കുക. മരുഭൂമിയിൽ കടലിന്റെ മുകളിൽ കൂടി ദിശ തെറ്റി പറന്നതായ കാടപ്പക്ഷിയെ തന്റെ ഊത്തിനാൽ, തന്റെ കാറ്റിനാൽ അവൻ അവിടെ കൊണ്ടുവന്നു എങ്കിൽ ഏത് ദിശ തെറ്റിയാലോ, ഏത് സഞ്ചരിക്കുന്ന റൂട്ട് മാറിയാലോ നിനക്ക് വേണ്ടി കരുതുന്ന യഹോവ വാക്കു പാലിച്ചു. യെസ്, യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തെ വിശ്വസിച്ച എല്ലാ ദൈവജനത്തിന്റെ മേലും ഈ വചനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഈ പ്രസംഗം വെറുതെ ആകരുത്, ഈ പ്രസംഗം വേസ്റ്റ് ആകരുത്, ഈ ദൂത് വേസ്റ്റ് ആകരുത്. ഈ ദൈവജനത്തിന്റെ മേൽ, ഈ സഭയ്ക്കകത്ത്, ഈ കുടുംബങ്ങൾക്കകത്ത്, തലമുറയുടെ മേൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. അത് സാമ്പത്തിക മേഖലകളിൽ, അത് ഭൗതിക മേഖലകളിൽ, അത് ആരോഗ്യ മേഖലകളിൽ, നിയമപരമായ പോരുകളിൽ, സകല മേഖലകളിൽ, അത് ആത്മീക മേഖലകളിൽ. യെസ് യെസ്. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ അവസാനിപ്പിക്കുക. നമ്മൾ വായിച്ച വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ, ഈ ചിന്താകുലം അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് പറയുന്ന അതിൻ്റെ ഗ്രീക്ക് മൂലഭാഷ നമ്മൾ നോക്കിയാൽ അവിടെ എന്താ പറയുന്നതെന്നോ, ഒരു ഭാരമുള്ള ചുമട് മറ്റൊരാളുടെ മേൽ എറിഞ്ഞു വയ്ക്കുക എന്ന അവിടെ ആശയം പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ആശങ്കകൾ നമ്മൾ കൈപ്പിടിച്ച് നടക്കാതെ അറയിൽ കൊടുത്തോണം. ചാ. ഈ നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയാവോ? അടിപൊളി പ്രാർത്ഥനയും പ്രാർത്ഥിക്കും, നല്ല ദൂതും കേൾക്കും, പക്ഷേ ആശങ്കകൾ നമ്മൾ തന്നെ പിടിച്ചുകൊണ്ട് നടക്കുക. ഇന്ന് പകൽ ഞാൻ പറയാം, നമ്മൾ പിടിച്ചുകൊണ്ട് നടക്കേണ്ട, അത് കർത്താവിൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തോളാനാ പറയണേ. ആമേ സ്തോത്രം, സ്തോത്രം. പറ ആമേ സ്തോത്രം. കർത്താവേ, എൻ്റെ ആശങ്ക, എൻ്റെ ഭാരം ഞാൻ അങ്ങോട്ട് തരുക. എനിക്ക് ഒറ്റയ്ക്ക് പേറി നടക്കണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ചുമന്ന് നടക്കണ്ട. സ്തോത്രം. ഞാൻ അവസാനിപ്പിക്കുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പം വായിക്കണ്ട, റോമാലേഖനം 8:32 ഇങ്ങനെ പറയുന്നു, സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവൻ അവനോടുകൂടി സകലവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഇതാച്ചാ ഞാൻ പറഞ്ഞേ, ദൈവമാണ് വിളിച്ചിറക്കിയത് അബ്രഹാമിനെ, ദൈവമാണ് ഏലിയാവിനെ വിളിച്ചിറക്കിയത്, ദൈവമാണ് മോർദെഖായും കൂട്ടരെ എന്ത് ചെയ്തതാ? സ്തോത്രം. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃത്യമായ പദ്ധതികളാണ്. ഏദൻ തോട്ടത്തിൽ മുതൽ കാൽവറിയുടെ കുലക്കളത്തിൽ വരെ ദൈവത്തിൻ്റെ കരുതൽ അവൻ്റെ സൃഷ്ടിപ്പ്, ശ്രേഷ്ഠമേറിയ സൃഷ്ടിപ്പായ മനുഷ്യന് വേണ്ടി ഉണ്ടായിരുന്നു. എത്ര പേർക്ക് മനസ്സിലായി? ഈ മെസ്സേജ് മുഴുവനും ഷോർട്ടാക്കി പറഞ്ഞാൽ, ഏദൻ തോട്ടത്തിൽ ആരംഭിച്ച് കാൽവറിയുടെ കുലക്കളത്തിൽ വരെ യഹോവയായ ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ജീവനെ തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം നോക്കാതിരിക്കുവോ? ബാക്കി കാര്യം നോക്കാതിരിക്കുവോ? വിശ്വസിച്ചോ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആമേ സ്തോത്രം. ക്രൂശിൽ കൊണ്ടുവന്നിട്ട് മെസ്സേജ് അവസാനിപ്പിക്കാം. ക്രൂശിൽ ആരെ ആമേ സ്തോത്രം ക്രൂശിച്ചു? യേശു ക്രിസ്തുവിനെ. എന്തിന്? നമുക്ക് വേണ്ടി സ്തോത്രം, നിത്യത ഒരുക്കാൻ. ഈ നിത്യതയിലേക്കുള്ള യാത്രയാ നമ്മുടെ ഇപ്പോഴുള്ള യാത്ര, അല്ലേ? ഈ യാത്ര മധ്യേ നിത്യത ഒരുക്കിയ കർത്താവ് എന്തെങ്കിലും ക്ലേശം വന്നാൽ കൈവിടുവോ? എടാ, പ്രത്യാശ ഉള്ളവരാ കർത്താവിനൊന്ന് കൃപ ലഭിച്ചവരൊന്ന് സ്തോത്രം ചെയ്തേ. എടാ, നിത്യതയ്ക്കകത്തുള്ള യാത്ര നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ആമേ സ്തോത്രം വിരൂപമായി ത്യാഗം അനുഭവിച്ച് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അച്ഛാ, നമ്മൾ അതിലേക്കുള്ള യാത്രയാ. ആ യാത്രയ്ക്കകത്ത് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ, എടാ, അവൻ അവൻ്റെ പാട്ടിന് പോകട്ടെ, അവൾ അവളുടെ പാട്ടിന് പോകട്ടെ, ആ തീർന്നോട്ടെ എന്ന് പറയുമോ നമ്മുടെ അപ്പൻ? ഇല്ലെന്ന്. വില കൊടുത്തു വാങ്ങാൻ തയ്യാറായ ബാക്കി കാര്യം എൻ്റെ കർത്താവിന് നോക്കാൻ അറിയാം. വില കൊടുക്കാൻ തയ്യാറായ യേശുവിന് നമ്മുടെ ബാക്കി കാര്യം നോക്കാൻ അറിയാമേ. അച്ഛന്മാരെ, വിശ്വസിച്ചോ. യഹോവ കൈവിടത്തില്ല, ദൈവം കൈവിടത്തില്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കൂ, എന്റെ പെട്ടകത്തെ ചുമന്നവനെ ഞാൻ ചുമക്കൂ, എന്നെ ആരാധിക്കുന്നവനെ ഞാൻ സംരക്ഷിക്കൂ, അവന് വേണ്ടുന്നത് ഞാൻ കരുതൂ.